അല്ല, നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും പാർട്ടിക്കകത്തും പാർട്ടികൾ തമ്മിലും ഐക്യം വേണമെന്ന് ആഗ്രഹിക്കാത്തവരാരാണുള്ളത്? ആ ഐക്യമല്ലേ UDFിൻ്റെ ശക്തി. ആ ഐക്യം ഉണ്ടാകുമ്പോഴല്ലേ ജനങ്ങൾ UDFിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ട് UDFിന് നിലനിൽക്കാൻ കഴിയും. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മകൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അപ്പൊക്കം എന്ന് പറയുന്ന പ്രസ്താവന തന്നെ അത് നടത്താൻ പാടില്ലല്ലോ. ആരെങ്കിലും നടത്തി എന്നല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത്. നടത്താൻ പാടില്ല. ലീഗാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മറ്റേത് ഘടകകക്ഷിയാണെങ്കിലും പ്രസ്താവനകൾ അവരവരുടെ സ്ഥാനത്തിലും മഹിമക്കൊക്കെ യോജിച്ചതായിരിക്കാം. കോൺഗ്രസിന് ആ കാര്യത്തിൽ ഒറ്റക്കെട്ടായ അഭിപ്രായമാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. UDFിനും ആ കാര്യത്തിൽ ഏകാഭിപ്രായമാണ്. ഈ കോൺഗ്രസിൻ്റെ അകത്ത് ഭിന്നസ്വരം കുറേ ദിവസങ്ങളായിട്ട് പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. ദിലീപിൻ്റെ വിഷയത്തിലടക്കം ഇത് UDFിന് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടോ? അല്ല, ഒരു മുന്നണിയുടെ കെട്ടുറപ്പും ഐക്യവും ഭദ്രതയൊക്കെ നിലനിർത്താൻ എല്ലാ അതിലെ ഘടകകക്ഷികളായ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന UDFിൻ്റെ നേതാക്കന്മാർ, അതിലെ വിവിധ ഘടകകക്ഷികളുടെ നേതാക്കന്മാരൊക്കെ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അത്യാവശ്യം അവരിയ്ക്കുന്ന സ്ഥാനത്തെക്കുറിച്ചെങ്കിലും ഒന്ന് ഓർമ്മയാണോ, അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയെയും മുന്നണിയെയും കുറിച്ച് ഓർമ്മയാണ്. അത് മുസ്ലിമിൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം നമ്മൾ കൂടുതൽ ഐക്യവും കെട്ടുറപ്പൊക്കെ ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തേണ്ടുന്ന ഒരു അവസരമാണിത്. ആ അവസരത്തിൽ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ പാടില്ല ആരായിരുന്നാലും. കോൺഗ്രസ് അവലംബിക്കോ? അല്ല, മുസ്ലിം ലീഗ് അടക്കം എല്ലാ ഘടകകക്ഷികൾക്കും ഇത് ബാധകമാണ്. അല്ല, അദ്ദേഹത്തെ പുറത്താക്കി എന്ന് പറഞ്ഞത് UDFിനും കോൺഗ്രസും നോക്കിയാണ്, ജീവിതത്തിൽ നിന്നല്ലല്ലോ. കോൺഗ്രസ് അതിൽ ചെയ്ത കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ആരോപണം വന്നപ്പോൾ, തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് ആരോപണം വന്നപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻഷിപ്പ് പുറത്താക്കി. അതുപോലെ കോൺഗ്രസിൻ്റെ UDFിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പിന്നീട് പോലീസിൽ കേസ് വന്ന് FIR ഇട്ടപ്പോൾ അയാളെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി. അതൊരു പാർട്ടിയുടെ മാന്യതയാണ്. അതിനപ്പുറം ഒരു പാർട്ടിക്ക് എന്താ ചെയ്യാൻ കഴിയുക? നേരെ മറിച്ച് ഇത്തരം അവസരങ്ങൾ നിരവധി ഉണ്ടായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഒന്നും ചെയ്തു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതരായ നേതാക്കൾ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ. ആഴ്ചകളായി അവർ ജയിലിലാണല്ലോ. ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടൊന്നുമല്ല അവർ ജയിലിലിട്ട് മോഷണത്തിനാണ്. ദൈവസന്നിധിയിൽ മോഷണം നടത്തിയിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടി എന്താ ഒന്നും ഇല്ലാത്തത്? ഒരു യോഗത്തിൽ ഇനി അവർ പങ്കെടുക്കേണ്ട എന്തെങ്കിലും പറഞ്ഞു. സ്ത്രീ ലംബട ഇന്നലെ ഇയാൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്കാണ്. ആ സ്ത്രീലംബടം അദ്ദേഹം ഉപയോഗിച്ച വാക്കായി ഉപയോഗിക്കുന്നത് അതിന് എൻ്റെ പേരിൽ തെളിയിക്കാറില്ല. ആ ആരോപണം ഉന്നയിക്കപ്പെട്ട നേരിടേണ്ടി വന്ന എത്ര ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ട്? ശ്രീ മുകേഷ്, അദ്ദേഹത്തിൻ്റെ പേരിൽ FIR ഇട്ടിട്ടുണ്ട്. കുറ്റപത്രം അന്വേഷണം നടത്തി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ CPMൻ്റെ അല്ലെങ്കിൽ LDFിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ പങ്കെടുക്കേണ്ട എന്നൊരു വാക്ക് പോലും മുകേഷിനോട് പറഞ്ഞു. എത്ര നേതാക്കന്മാർ ഇങ്ങനെ ആരോപണങ്ങൾ ഒളിക്യാമറ വെച്ച് ദുരുപയോഗം ചെയ്തു എന്ന് പറയപ്പെട്ട ആളുകളെ പോലും അതിനുശേഷം ഉയർന്ന സ്ഥാനമാനങ്ങൾ നൽകി ആദരിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തത്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് ഇത്തരം കാര്യങ്ങളിൽ എന്ന് ഞങ്ങൾക്ക് പറയാം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് UDFിന് അനുകൂലമാണ്. കാരണം ജനങ്ങളും UDFും ഒരുപോലെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണഫലം എന്തായിരുന്നാലും UDFിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും എന്നത് ഉറപ്പാണ്. സർക്കാർ വിരുദ്ധം ജനങ്ങളുടെ ജീവിത അനുഭവങ്ങൾ ഈ ഗവൺമെൻറ്റിനെ പ്രതികരിക്കാൻ അവർ നിർബന്ധിതരാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഗവൺമെൻറ്റിൻ്റെ ദുർനടപടികൾ, ദുഷ്ചെയ്തികൾ, കെട്ടുകാര്യസ്ഥത, ശബരിമലയിലെ മോഷണമടക്കമുള്ള രാജ്യത്തും സംസ്ഥാനത്തും നടന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് അനഭിലഷണീയമായ കാര്യങ്ങൾ, ഇതൊക്കെ ജനങ്ങളെ ഈ ഗവൺമെൻറ്റിനെതിരെയാക്കി അതിനുള്ള ആദ്യത്തെ അവസരം എന്ന നിലക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അവർ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നത് LDFിൻ്റെ ഒരു ഇടൻ അജണ്ടയായിരുന്നു. എനിക്കറിയാം, കേരളത്തിൽ എല്ലായിടത്തും ഏതാണ്ട് കാസർഗോഡ് ജില്ലയിലൊക്കെ ഞങ്ങൾ അനുഭവിച്ചതാണ്. SDPIയുമായിട്ടാണ് CPM സഖ്യം ചെയ്തിരിക്കുന്നത്. PDP അവരുമായി പരസ്യമായ സഖ്യമാണ്. ആരും ചർച്ച ചെയ്തില്ലല്ലോ, ആർക്കും അതിൽ ഒരു തെറ്റും കാണാൻ കഴിഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി പ്രാദേശിക തലത്തിൽ ചില നീക്കുപോക്കുകൾ ചിലയിടങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്.
അത് നേരത്തെ മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. അവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തെറ്റായ നിലപാട് കാരണം ആ തെരഞ്ഞെടുപ്പ് UDF-നെ സഹായിക്കാൻ തീരുമാനിച്ചു. അതിൽ വലിയ കാര്യമൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതായിരുന്നാലും വോട്ടുകൾ ആരുടേതായാലും വിലപ്പെട്ടതാണ് UDF-ന് കിട്ടിയിട്ടുണ്ട്. 35 വർഷത്തെ സുവർണ പാരമ്പര്യം സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലും. ഉദ്ഘാടനം ഡിസംബർ 19 വൈകുന്നേരം 4:30. ഇന്ത്യയിലെയും യൂറോപ്പിലെയും പ്രമുഖ ഡിസൈനർമാർ ഒരുക്കുന്ന അപൂർവ ഡിസൈനുകൾ. ഡിഫറെന്റ് ബൈ ഡിസൈൻസ്, നിങ്ങളെ പോലെ സ്പെഷ്യൽ. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. 3 ഭാഗ്യശാലികളെ കാത്ത് വിദേശ ഹണിമൂൺ ട്രിപ്പും സൗജന്യ ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ. സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കൂ. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻസ്. സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹാരിതയും.